റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ഠർ രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ തന്നെ ശബരിമല തന്ത്രിയാകും. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുക്കും. ദേവസ്വം ബോർഡിന് തീരുമാനിക്കാം എന്നായിരുന്നു ഹൈക്കോടതി അറിയിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായതിനു പിന്നാലെയാണ് കണ്ഠർ രാജീവര് തന്ത്രിസ്ഥാനം ഒഴിയാൻ കത്ത് നൽകിയത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ ശബരിമല തന്ത്രിയായി കണ്ഠർ രാജീവരുടെ മകനെ തന്നെ തീരുമാനിക്കുകയാണോ ദേവസ്വം ബോർഡ്? ഇക്കാര്യത്തിൽ ചില എതിർപ്പുകൾ ഉയർന്നിരുന്നു. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്ന തീരുമാനം? സ്മൃതി, ശബരിമലയിലെ തന്ത്രിയായി കണ്ഠർ രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ തീരുമാനിക്കാൻ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഒരു നിലപാട് എടുത്തിരുന്നു. പക്ഷേ ആ യോഗത്തിൽ CPM അംഗം ചില എതിർപ്പ് ഉന്നയിച്ചതോടുകൂടിയാണ് ഇത് ഹൈക്കോടതിക്ക് വിടാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ വഴി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തന്ത്രി ആര് വേണമെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം എന്ന നിർദ്ദേശമാണ് നിലവിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ ശബരിമലയിലെ അടുത്ത തന്ത്രിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിലായിരിക്കും ഔദ്യോഗികമായി ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുക. നേരത്തെ തന്നെ K. ജയകുമാർ അടക്കം ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുന്നതിൽ മറ്റു പ്രശ്നങ്ങളില്ല, അയോഗ്യതയില്ല എന്ന് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതി ഈ ശബരിമല വിഷയം പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയുടെ കൂടി അനുമതി തേടാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠർ രാജീവര് പ്രതിയായതോടെയാണ് തന്ത്രിയെ മാറ്റാനുള്ള ചർച്ചകൾ സജീവമായത്. ഇതിനിടയിൽ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് നൽകുകയും ചെയ്തു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആവശ്യം തന്റെ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്നാണ്. അപ്പോൾ ആ തന്ത്രി കണ്ഠർ രാജീവരുടെ ആ ആവശ്യം കൂടിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിരിക്കുന്നത്. സ്മൃതി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.